എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശോയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഗുണം, അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിച്ചാൽ എനിക്ക് എന്ത് പ്രതിഫലം ലഭിക്കും, എന്ത് നേട്ടമുണ്ടാകും എന്നൊക്കെ ചോദിക്കുന്നവരോട് ഈശോ തന്നെ ബൈബിളിൽ അതിനുള്ള മറുപടി പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 29, 30, 31 വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട്, ഈശോയുടെ നാമത്തിൽ എന്ത് ചെയ്താലും അവർക്ക് 100 ഇരട്ടിയായി ഈശോ അതിനുള്ള പ്രതിഫലം തിരികെ നൽകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 1, 2 അല്ല, 100 ഇരട്ടി. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പം ഒരാൾക്കൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു പക്ഷേ 20 രൂപയായിട്ട് തിരിച്ചു തരുന്നത്, അല്ലെങ്കിൽ 30 രൂപ, മാക്സിമം 50 രൂപയൊക്കെ തിരിച്ചു തന്നേക്കാം. പക്ഷേ ഈശോ പറയുന്നത് അങ്ങനെയല്ല. ഈശോയുടെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് 100 ഇരട്ടിയായിട്ട് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 100 ഇരട്ടി എന്ന് പറയുമ്പോൾ ബൈബിളിൽ തന്നെ അതിനുള്ള ഉദാഹരണവും സംഭവങ്ങളും പറയുന്നുണ്ട്. അതായത് 5 അപ്പം കൊണ്ട് ഈശോ 5000 പേർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മളിപ്പോൾ മനസ്സിലാക്കി ഈ 5 അപ്പം എങ്ങനെയാണ്. ഈ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ മിനിമം അതൊരു 10,000 അപ്പമായിട്ടെങ്കിലും ഈശോ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലല്ലേ ഒരാൾക്ക് 2 അപ്പമെങ്കിലും വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ മിനിമം ഒരു 10,000 അപ്പം, വെറും 5 അപ്പത്തിൽ നിന്ന് ഈശോ അത് ഉണ്ടാക്കിയത് ഈശോ വർദ്ധിപ്പിച്ച് 10,000 അപ്പമാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ട്. അപ്പം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വർധനവാണ് ഈശോ ഈ 5 അപ്പം കൊണ്ട് ഈ 5 അപ്പത്തെ ഈശോ വർദ്ധിപ്പിച്ചത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഈശോ നമുക്ക് നൽകുന്ന, ഈശോയുടെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഈശോ നമുക്ക് നൽകുന്ന പ്രതിഫലം. അതുകൊണ്ടാണ് ഈ തലമുറകളൊക്കെ വലിയ ഈശോയുടെ അനുഗ്രഹത്തിന് പാത്രമായി ജീവിക്കുന്നത്. ദൈവം പറയുന്നുണ്ട്, 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും എന്നൊക്കെ പറയുന്നതിന് പിന്നിലെ കാര്യം ഇതാണ്. അപ്പോൾ ഈ അന്ത്യവിധിയിൽ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത, അതിൻ്റെ സൗന്ദര്യം നമ്മൾ കാണാൻ പോകുന്നത്. ഈ പ്രതിഫലത്തിൻ്റെ ആധിക്യവും അല്ലെ അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ വലിപ്പമൊക്കെ നമ്മൾ ഗ്രഹിക്കാൻ പോകുന്നത് അന്ത്യവിധിയിലാണ്. അതായത് ബൈബിളിൽ പറയുന്നുണ്ട്, ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ നാമത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലമായിരിക്കും ഏറ്റവും വലുത്. ഇനി ഈശോയിൽ വിശ്വസിക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ പ്രതിഫലം വളരെ നിസ്സാരമായിരിക്കും, വളരെ തുച്ഛമായിരിക്കും. അതാണ് ഇത്. ഒരുപക്ഷെ ഞാനിങ്ങനെ വെറുതെ വാക്കാൽ പറയുന്നുണ്ട് ആർക്കും ബോധ്യപ്പെട്ടെന്ന് വരികയല്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടതാണ്. ഇതൊക്കെ മനസ്സിലാക്കി ഈശോയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം, ദർശനങ്ങൾ സഹിതം നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഈശോയിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈശോയുടെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 100 ഇരട്ടിയാണ്. പ്രത്യേകിച്ച് അന്ത്യവിധിയിൽ നമ്മൾ ആ വലിപ്പം എന്താണെന്ന് ഗ്രഹിക്കും. അന്ന് മാത്രമേ നമുക്ക് ഈശോയുടെ നാമത്തിൽ ചെയ്ത ആ പ്രവൃത്തികളുടെ, നന്മകളുടെ ആ പ്രതിഫലത്തിന് വലിപ്പം നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നത്, ദൈവം എനിക്ക് കരുതി വെച്ചിരിക്കുന്ന എൻ്റെ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അത് അത്രമാത്രം വലിപ്പമേറിയതാണ്, അത്രമാത്രം അളവറ്റതാണ് ഈശോയുടെ പ്രതിഫലം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താലും, നിസ്സാരം എന്ത് കാര്യം ചെയ്താലും നമുക്കത് ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ മഹത്വത്തിന് വേണ്ടി നമുക്കത് ചെയ്യാം.